പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സ് നേടിയ വിജയം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലൂണയുടെയും ഡാനിഷിൻ്റെയും അഭാവത്തിൽ വളരെയേറെ പ്രതിസന്ധികൾക്കിടയിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ യങ് ടാലൻസിൻ്റെ മികച്ച പ്രകടനം കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തൊരു വിജയം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാനുണ്ട്. നമുക്ക് ഡയറക്റ്റായി മാച്ചിൻ്റെ ടാക്റ്റിക്കൽ അനാലിസിലേക്ക് കിടക്കാം. ഇന്നലെ ഇവാനാശാൻ്റെ KBFC വെർഗറ്റീസിൻ്റെ പഞ്ചാബും 4-4-2 എന്ന സെയിം ഫോർമേഷനിൽ തന്നെയാണ് ഇറങ്ങിയത്. അതായത് രണ്ട് സെൻറ്റർ ഫോർവേഡുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രസ്സിംഗ്. പഞ്ചാബിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവനിൽ അവരുടെ ഏറ്റവും മികച്ച പ്ലെയറായ ജുവാൻ മേരിക്ക് ഇഞ്ചറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലാതെയാണ് പഞ്ചാബ് കളിക്കാൻ ഇറങ്ങിയത്. കൂടാതെ അവരുടെ ഗോൾ കീപ്പറായ കിരൺ ഒരു നേപ്പാൾ ഗോൾ കീപ്പർ ആയതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർ കൂടാതെ 3 ഫോറിൻ പ്ലെയേഴ്സിനെ മാത്രമേ അവർക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അതായത് 2 ഫോർവേഡുകളായ ലൂക്കയും മതിത്തലയും, ഒരു സെൻറ്റർ ബാക്കായി ചാഡ്സി സായിസും. ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ലൂണയുടെയും ഡാനിഷിൻ്റെയും അഭാവത്തിൽ മിഡ്ഫീൽഡിലും ഡിഫൻസിലും ഒത്തിരി മാറ്റങ്ങളായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. അതായത് ഡിഫൻസിൽ ഈ സീസണിൽ ആദ്യമായി 2 ഫോറിൻ സെൻറ്റർ ബാക്കുകളെ യൂസ് ചെയ്യുകയും അതുപോലെ മിഡ്ഫീൽഡിലും വൈഡ് മിഡ്ഫീൽഡിലും ഈ സീസണിൽ ആദ്യമായി ഒരു കംപ്ലീറ്റ് ഇന്ത്യൻ നിരയെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ലെവൻ. കളിയുടെ ആരംഭത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നയം വ്യക്തമായിരുന്നു. അതായത് ഒരു ഡയറക്റ്റ് പ്ലേയിലേക്ക് പോവാതെ മാക്സിമം ബോൾ പൊസിഷൻ നിലനിർത്തി ബിൽഡപ്പ് നടത്തിക്കൊണ്ടുള്ള ഒരു അറ്റാക്കിംഗ്. പഞ്ചാബും കൂടുതൽ കൗണ്ടറാണ് യൂസ് ചെയ്തതെങ്കിലും അവരും സെക്കൻഡ് ഹാഫിൽ മാക്സിമം ബോൾ പൊസിഷൻ നിലനിർത്തി കളിക്കുവാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് നമുക്കറിയുന്നതാണ്. കൂടുതൽ ബിൽഡപ്പ് അറ്റാക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് ഫ്ലാങ്കിലും അതുപോലെ ഓവർലാപ്പ് റൺ നടത്തിക്കൊണ്ടുള്ള ക്രോസിങ്ങുകൾ ഗ്രൗണ്ടിൻ്റെ റൈറ്റ് ഫ്ലാങ്കിലുമാണ് നടത്താറുള്ളത്. ഇതിൻ്റെ പ്രധാന കാരണം ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗ് എന്ന ബോൾ പ്ലേയിങ്ങും ബോഡി ബാലൻസും അതുപോലെ സ്പീഡും എല്ലാം ഒത്തിണങ്ങിയ മികച്ചൊരു ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ബിൽഡപ്പ് കൂടുതൽ ലെഫ്റ്റ് ഫ്ലാങ്കിൽ നടക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് ഇറങ്ങുന്ന ഡ്രിങ്കിച്ചിനെ റൈറ്റ് സെൻറ്റർ ബാക്കായി കളിപ്പിച്ചുകൊണ്ട് ഒരു ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കായ ലെസ്കോവിച്ചിനെ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ടായിരുന്നു ഇറക്കിയത്. അതിൻ്റെ ഗുണം കളിയിൽ ഉടനീളം നമ്മൾ കണ്ടതാണ്. അത് രണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്കുള്ള സ്റ്റാൻസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഡ്രിങ്കിച്ചിൻ്റെ ഇരട്ടിയുടെ അടുത്ത പാസിങ്ങും ലോങ് ബോളുകളുമാണ് ലെസ്കോവിച്ച് ഈ കളിയിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള പുതിയൊരു സ്റ്റാർട്ടിംഗ് ലെവൻ വെച്ചുകൊണ്ട് എത്തരത്തിലാണ് ഈ ഗെയിം ഓവറോൾ ഗ്രൗണ്ടിൽ നടപ്പാക്കിയതെന്ന് നോക്കാം. ആദ്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ നിന്നുള്ള ബിൽഡപ്പ് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് 2 സെൻറ്റർ ഫോർവേഡുകളെ നിർത്തിയുള്ള പ്രസ്സിംഗ് രീതിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ 2 സെൻറ്റർ ഫോർവേഡുകളായ മദീഹും ലൂക്കയും ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്കുകളായ ഡ്രിങ്കിച്ചിനും ലെസ്കോവിച്ചിനെയും വലിയ രീതിയിൽ പ്രസ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും സെൻറ്റർ ബാക്കിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡേഴ്സായ വിപിനിലേക്കും അസറിലേക്കുമുള്ള പാസിംഗ് ഓപ്ഷൻ കട്ട് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്കിൽ നിന്നും ഗ്രൗണ്ടിൻ്റെ വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ ബാക്കുകളായ നവോച്ചയിലേക്കും പ്രീതത്തിലേക്കും പന്ത് എത്തിച്ചുകൊണ്ട് അവിടുന്ന് മിഡ്ഫീൽഡിലേക്കും അറ്റാക്കിങ്ങിലേക്കും പന്ത് എത്തിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് കാണാം ഡ്രിങ്കിച്ചിലേക്ക് പാസ് വരുന്നു, ഡ്രിങ്കിച്ച് ഫുൾ ബാക്കായ പ്രീതത്തിലേക്ക് പാസ് നൽകുന്നു, പ്രീതം സെൻറ്റർ മിഡ്ഫീൽഡറായ അസറിലേക്ക് പാസ് നൽകുന്നു, അവിടുന്ന് അറ്റാക്കിങ്ങിലേക്കുള്ള മിഡ്ഫീൽഡിലെ ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ സച്ചിൻ എന്ന പ്ലെയർ സെൻറ്റർ ബാക്കിലേക്ക് നൽകുന്ന സപ്പോർട്ടും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതായത് ഈ വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ ബാക്കുകളിലേക്ക് പഞ്ചാബിൻ്റെ 2 സെൻറ്റർ ഫോർവേഡിനെ പ്രസ്സിങ്ങിനെ ഭേദിച്ചുകൊണ്ടൊരു പാസ് എത്തിക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്ക് വൈഡായി കളിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്കുകൾ മാക്സിമം വൈഡായി നിർത്തുവാനായി സച്ചിന് പലപ്പോഴും ഒരു 3rd സെൻറ്റർ ബാക്ക് പോലെ യൂസ് ചെയ്തിരുന്നു. അത് സച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിലെ അവറേജ് പൊസിഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ബോൾ പൊസിഷനിൽ നിലനിർത്തി കളിക്കുന്ന പെപ് ഗാർഡിയോളൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി പോലെയുള്ള ടീമുകൾ ഇത്തരത്തിൽ തന്നെയാണ് ഗോൾ കീപ്പേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്ക് ഫുൾ ബാക്കുകളിലേക്ക് പാസിംഗ് കൊടുത്ത് മാത്രമാണ് ബിൽഡപ്പ് ചെയ്തത് എന്നല്ല, അവസരം ലഭിക്കുമ്പോൾ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിലേക്ക് പാസ് നൽകിയിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിലേക്ക് പാസ് എത്തുന്നതിന് മുമ്പ് തന്നെ പഞ്ചാബിൻ്റെ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സായ ആശിഷും നിഖിലും മികച്ച രീതിയിലുള്ള പ്രസ്സിംഗ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിലേക്ക് നടത്തുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പാസിങ്ങിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡേഴ്സിൽ നിന്നും ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ 1-2 തവണ മികച്ച രീതിയിലുള്ള കൗണ്ടറുകൾ സൃഷ്ടിക്കാൻ പഞ്ചാബിന് സാധിച്ചു. ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സ് സെൻറ്റർ ബാക്കിൽ നിന്ന് പാസ് വരുമ്പോൾ ഇവർ ഡിഫൻസിനെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ബോൾ സ്വീകരിച്ചു കഴിഞ്ഞ് ടേൺ ചെയ്താൽ മാത്രമേ ഇവർക്ക് പാസിംഗ് ഓപ്ഷനുകൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ടേൺ ചെയ്യാനെടുക്കുന്ന സമയത്തിനുള്ളിലാണ് ഒപ്പോണന്റ് സെൻറ്റർ മിഡ്ഫീൽഡേഴ്സ് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നത്. എന്നാൽ ഫുൾ ബാക്കിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സ് പാസ് സ്വീകരിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവുകയില്ല. ഇനി പഞ്ചാബിനെതിരായ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിൽഡപ്പ് മിഡ്ഫീൽഡിലെത്തിയാൽ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിൽഡപ്പിനെ മികച്ച രീതിയിൽ പൊസിഷൻ നിലനിർത്താൻ സഹായിച്ചിരുന്ന ലെഫ്റ്റ് മിഡ്ഫീൽഡറായ ലൂണയുടെ അഭാവത്തിലും മിഡ്ഫീൽഡിൽ പൊസിഷൻ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡേഴ്സും അറ്റാക്കേഴ്സും വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്.
അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പ് ലെഫ്റ്റ് ഫ്ലാങ്കിലെ മിഡ്ഫീൽഡ് ഏരിയയിൽ എത്തിയാൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ലെഫ്റ്റ് ബാക്കായ നവോച്ചയ്ക്കും സെൻട്രൽ മിഡ്ഫീൽഡറായ ബിബിനും പൊസിഷൻ നിലനിർത്തുന്നതിനും കൂടുതൽ പാസിംഗ് ഓപ്ഷൻ സൃഷ്ടിക്കുന്നതിനുമായി ലെഫ്റ്റ് സെൻറ്റർ ബാക്കായ ലെസ്കോവിച്ച് അഡ്വാൻസ് ചെയ്തു വരികയും അതുപോലെ തന്നെ ഡ്രോപ്പിംഗ് സ്ട്രൈക്കറായി കളിക്കുന്ന ദിമി മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു വരികയും ചെയ്യും. ഇങ്ങനെ ലെഫ്റ്റ് ഫ്ലാങ്കിലെ മിഡ്ഫീൽഡ് ഏരിയയിൽ പഞ്ചാബിന്റെ റൈറ്റ് മിഡ്ഫീൽഡർക്കും റൈറ്റ് സെൻട്രൽ മിഡ്ഫീൽഡർക്കും ഇടയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്കും ലെഫ്റ്റ് സെൻറ്റർ ബാക്കും ലെഫ്റ്റ് സെൻട്രൽ മിഡ്ഫീൽഡറും ഡ്രോപ്പിംഗ് സ്ട്രൈക്കറും അടങ്ങുന്ന ഒരു ഡയമണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 4:2 എന്നൊരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് സൃഷ്ടിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് പലപ്പോഴായി സാധിച്ചു. കൂടുതലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ 4 പൊസിഷനിലെ പ്ലേയേഴ്സ് ആണെങ്കിലും 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായും ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ സ്ട്രക്ചറിലും ഡ്രോപ്പിംഗ് സ്ട്രൈക്കറായി ദിമിയും ലെഫ്റ്റ് സെൻറ്റർ ബാക്കായ ലെസ്കോവിച്ചും ഉണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ ഇവിടെ ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കായ ലെസ്കോവിച്ചിലേക്ക് ബോൾ വരുമ്പോഴേക്കും അത് മുൻകൂട്ടി മനസ്സിലാക്കി ദിമിയാണ് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു വരുന്നത്. ഇങ്ങനെ സ്ട്രൈക്കറായ ദിമി മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളിൽ പഞ്ചാബിന്റെ ഡിഫൻസീവ് ലൈനിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 വൈഡ് മിഡ്ഫീൽഡേഴ്സായ ഐമനും രാഹുലും ഒരു സ്ട്രൈക്കറായ പെപ്രയും അടങ്ങുന്ന 3 മാൻ അറ്റാക്കിംഗ് സ്ട്രക്ചറായി മാറിയിട്ടുണ്ടാവും. ഈ സമയങ്ങളിൽ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ വൈഡ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാൾ ഇൻവേർട്ടഡ് വൈഡ് മിഡ്ഫീൽഡറായി മിഡ്ഫീൽഡിലേക്ക് കട്ട് ചെയ്ത് കളിക്കുമ്പോഴും സ്ട്രൈക്കറായ ദിമിത്രിയോ പെപ്രയോ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാതെ പഞ്ചാബിന്റെ ഡിഫൻസീവ് ലൈനിൽ നിന്നുകൊണ്ട് 2 സ്ട്രൈക്കേഴ്സും ഒരു വൈഡ് മിഡ്ഫീൽഡറും അടങ്ങുന്ന 3 മാൻ അറ്റാക്കിംഗ് സ്ട്രക്ചർ പഞ്ചാബിന്റെ ഡിഫൻസീവ് ലൈനിൽ വൈഡായി നിലനിർത്തുവാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു. ഇങ്ങനെ വൈഡായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചാബിന്റെ ഫുൾ ബാക്കുകൾക്ക് വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന ബിൽഡപ്പിൽ പ്രസ്സിംഗ് നടത്തുവാൻ പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ കൂടുതലായി പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെതിരെ നടത്തിയ ലെഫ്റ്റ് ഫ്ലാങ്കിനോട് ചേർന്നുള്ള ബിൽഡപ്പിനെ കുറിച്ചാണ്. ഇനി റൈറ്റ് ഫ്ലാങ്കിലാണെങ്കിൽ ബിൽഡപ്പിനേക്കാൾ കൂടുതൽ ഒരു ഡയറക്റ്റ് പ്ലേക്കാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സ് ലെഫ്റ്റ് ഫ്ലാങ്കിനോട് ചേർന്ന് കോമ്പാക്റ്റായി ബിൽഡപ്പ് നടത്തുന്ന സമയങ്ങളിൽ ഒപ്പോണന്റ് ടീമായ പഞ്ചാബിനും ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോമ്പാക്റ്റായി നിന്നുകൊണ്ട് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. ഈ സമയങ്ങളിൽ ഗ്രൗണ്ടിൻ്റെ റൈറ്റ് ഫ്ലാങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്കായ പ്രീതം ഗോട്ടാലിന് ഓവർലാപ്പ് റൺ നടത്തുവാൻ വലിയൊരു സ്പേസ് തുറന്ന് കിട്ടുമായിരുന്നു. കൂടാതെ പ്രീതത്തിൻ്റെ അതേ ലൈനിൽ കളിക്കുന്ന റൈറ്റ് മിഡ്ഫീൽഡറായ രാഹുൽ ഒരു ഇൻവേർട്ടഡ് വൈഡ് മിഡ്ഫീൽഡറായി കളിച്ചുകൊണ്ട് പഞ്ചാബിൻ്റെ ലെഫ്റ്റ് മിഡ്ഫീൽഡറെ മാക്സിമം ഗ്രൗണ്ടിൻ്റെ മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ട്രാപ്പ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. ഇതും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടാക്ടിക്സിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ ഈ 2 കാരണം കൊണ്ടും പ്രീതത്തിന് റൈറ്റ് ഫ്ലാങ്കിൽ വലിയൊരു സ്പേസ് തുറന്നു കിട്ടുകയും അതിലൂടെ ഓവർലാപ്പ് ചെയ്ത് വന്നുകൊണ്ട് ബോക്സിലേക്ക് മികച്ച ക്രോസുകളും നൽകിയിരുന്നു. എന്നാൽ ആ ക്രോസുകൾ മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യുവാനോ കൺവേർട്ട് ചെയ്യുവാനോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡുകൾക്ക് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെതിരെ കൂടുതലായി നടത്തിയ 2 ഫ്ലാങ്കിലൂടെയുമുള്ള അറ്റാക്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ 2 അറ്റാക്കിംഗ് രീതി അല്ലാതെ ബ്ലാസ്റ്റേഴ്സ് അവസാനമായി കൂടുതലായി ട്രൈ ചെയ്തത് ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കായ ലെസ്കോവിച്ചിലൂടെ ഫൈനൽ തേർഡിലേക്ക് നൽകുന്ന ലോങ് ബോളുകളായിരുന്നു. അതും പലപ്പോഴും സൈഡ് സ്വിച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ലോങ് ബോൾ. അതായത് പഞ്ചാബിൻ്റെ ടീം ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോമ്പാക്റ്റായി നിൽക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായ ലെസ്കോവിച്ച് സൈഡ് സ്വിച്ച് ചെയ്തുകൊണ്ട് റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന രാഹുലിലേക്ക് ഒരു ലോങ് ബോൾ നൽകുന്നു. ഈ സമയം രാഹുലിന് പഞ്ചാബിൻ്റെ ടീം ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്തിനുള്ളിൽ റൈറ്റ് വിങ്ങിലൂടെ അറ്റാക്കിംഗ് നടത്താവുന്നതാണ്. എന്നാൽ ഇത് മികച്ച രീതിയിൽ നടപ്പാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. ശരിക്കും ഇത് ഹൈലൈൻ കീപ്പ് ചെയ്ത് ബോൾ പൊസിഷൻ നിലനിർത്തി കളിക്കുന്ന ഒരു ടീം അവരുടെ ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കിലൂടെ നടപ്പിലാക്കുന്ന അറ്റാക്കിംഗ് രീതി തന്നെയാണ് ഈ സൈഡ് സ്വിച്ച് ചെയ്തുകൊണ്ടുള്ള ലോങ് ബോൾ എന്ന് പറയുന്നത്. മുമ്പേ ബ്ലാസ്റ്റേഴ്സിനെതിരെ വളരെ മികച്ച രീതിയിൽ ഈ ഗെയിം നടപ്പിലാക്കിയിരുന്നു. ഇനി പഞ്ചാബിൻ്റെ അറ്റാക്കിംഗ് ബിൽഡപ്പ് നോക്കുകയാണെങ്കിൽ അവരുടെ സെക്കൻഡ് സ്ട്രൈക്കറായ മദിഹ് തല ബോൾ പൊസിഷനിലുള്ളപ്പോൾ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടി ചേർന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനെതിരെ 3:2 എന്നൊരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നേടാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ മദിഹ് തല മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ പഞ്ചാബിൻ്റെ 2 വൈഡ് മിഡ്ഫീൽഡേഴ്സായ കൃഷ്ണാനന്ദയും അഭിഷേകും വിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് 4-3-3 എന്ന ഒരു പൊസിഷൻ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ പഞ്ചാബിൻ്റെ മിഡ്ഫീൽഡിൽ ബോൾ പൊസിഷനിലുള്ളപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കേഴ്സിൽ നിന്നുള്ള ഒരു പ്രസ്സിംഗ് പഞ്ചാബിൻ്റെ മിഡ്ഫീൽഡിൽ നിന്നും പലപ്പോഴും ബോൾ നഷ്ടപ്പെടുന്നതിന് കാരണമായിരുന്നു. അപ്പോൾ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മാച്ചിലേക്കുള്ള ഗെയിം ഓവറോൾ നോക്കുകയാണെങ്കിൽ ലൂണയുടെ അഭാവത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ യങ് മിഡ്ഫീൽഡേഴ്സ് മികച്ച രീതിയിൽ പെർഫോം ചെയ്തുവെങ്കിലും ഇവരെ മികച്ച രീതിയിൽ ബോൾ പൊസിഷൻ നിലനിർത്തി ബിൽഡപ്പിന് സഹായിച്ചത് ദിമിത്രിയുടെ ഡ്രോപ്പിംഗ് സ്ട്രൈക്കർ റോളും അതുപോലെ തന്നെ ലെസ്കോവിച്ചിൻ്റെ അഡ്വാൻസ് ചെയ്തുകൊണ്ടുള്ള സെൻറ്റർ ബാക്ക് റോളുമാണ്. എന്നാൽ പഞ്ചാബായിട്ടുള്ള മാച്ചിൽ മികച്ച രീതിയിൽ ഈ ഗെയിം വർക്കായി എങ്കിലും വരാൻ പോകുന്ന ബിഗ് മാച്ചുകളിൽ ഇത് എത്രത്തോളം വർക്കാവുമെന്ന് കണ്ടറിയണം. കാരണം പഞ്ചാബ് മികച്ച രീതിയിലല്ല ഈ മാച്ച് കളിച്ചിട്ടുള്ളത്. പഞ്ചാബിൻ്റെ ഫോറിൻ പ്ലേയേഴ്സ് അടക്കമുള്ള പല പ്ലേയേഴ്സും പാസിംഗ് ഓപ്ഷൻ ഉണ്ടായാൽ പോലും ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് നഷ്ടപ്പെടുന്നതാണ് ഈ മാച്ചിൽ നമ്മൾ കണ്ടത്.
ബ്ലാസ്റ്റേഴ്സിലാണെങ്കിൽ പ്രീതവും രാഹുലുമായിരുന്നു ഇത്തരത്തിൽ ബോൾ നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും വരും വീഡിയോയിൽ നിലവിലെ പ്രീതത്തിൻ്റെയും രാഹുലിൻ്റെയും മോശം ഫോമിൻ്റെ കാരണത്തെക്കുറിച്ചും അതുപോലെ ദിമിത്രിയുടെയും പെപ്രയുടെയും സ്ട്രൈക്കേഴ്സ് റോളിൽ വന്ന ചേഞ്ചിനെക്കുറിച്ചുമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീ മാച്ച് ആൻഡ് പോസ്റ്റ് മാച്ച് അനാലിസിസായി വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും.